നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 8-2 അഗ്രിഗേറ്റ് 8-2 PSG ചെൽസിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ മുക്കിക്കളഞ്ഞു. ആദ്യ പാദം പാഗ്ഡസ് പ്രിൻസസിൽ 5-2 വിജയിച്ചെങ്കിൽ രണ്ടാം പാദം സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ 3-0 വിജയിച്ചിരിക്കുന്നു. ആദ്യ പാദത്തിൽ വലിയ കടമുള്ളത് കൊണ്ട് തന്നെ ചെൽസിക്ക് തുടക്കം മുതൽ തന്നെ ഗോളടിച്ച് കൂട്ടിയെങ്കിലേ കാര്യങ്ങൾ അനുകൂലമാകുമായിരുന്നുള്ളൂ. അവർ ശ്രമങ്ങൾ നടത്തി. പക്ഷേ തുടക്കത്തിൽ തന്നെ PSG പണി കൊടുത്തു. കിച്ചാക്കാരസ്കേലിയ കളി 5 മിനിറ്റ് ആകുമ്പോഴേക്കും ഗോളടിക്കുന്നു. പിന്നെ കളി 20 മിനിറ്റ് ആകുമ്പോഴേക്കും 2 ഗോളുകൾക്ക് ചെൽസി പുറകിൽ പോകുന്നു. നീക്കങ്ങൾ ചെൽസി നടത്തി നോക്കിയെങ്കിലും അതൊന്നും ഫലവത്താവാതെ വന്നതോടെ തകർപ്പൻ ജയം തന്നെ PSG സ്വന്തമാക്കുന്ന കാഴ്ച. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് PSG വിജയിച്ചു കയറുമ്പോൾ PSG-ക്കായിട്ട് കിച്ചാക്കാരസ്കേലിയയും ബർക്കോളയും മയൂലുവുമാണ് ഗോളുകൾ നേടിയത്. PSG-യുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ സൂപ്പർ താരങ്ങൾ ഒസ്മാൻ ഡംബലെ, ബർക്കോള, കിച്ചാക്കാരസ്കേലിയ എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നപ്പോൾ മറുഭാഗത്ത് ജാവോ പെഡ്രോ, കോൾ പാൽമർ, എൻസോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ എന്നിവരൊക്കെ ചേർന്നുകൊണ്ടാണ് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഗോളടിച്ചുകൊണ്ട് ടീമിനെ മുന്നിലെത്തിച്ച് കഴിഞ്ഞിരുന്നു കിച്ചാക്കാരസ്കേലിയ. പിന്നാലെ 14-ാമത്തെ മിനിറ്റിൽ അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ നിന്ന് ബർക്കോള കൂടി ഗോളടിച്ചപ്പോൾ ചെൽസി കളി കൈവിട്ടിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ചെൽസിയുടെ ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നെങ്കിലും 2-0 ലീഡുമായിട്ട് കളിക്കളം വിട്ടത് PSG-യാണ്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ മയൂല് വരുന്നു. ആ മയൂല് 62-ാമത്തെ മിനിറ്റിൽ ഗോളും അടിച്ചതോടെ 3-0 രണ്ടാം പാദ വിജയമായി. അഗ്രിഗേറ്റ് 8-2 8-2 ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് PSG ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. 8-2 എവിടെയോ കേട്ട ഓർമ്മ വരുന്നുണ്ടല്ലേ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.